ഇനി നമുക്കുള്ളത് ആദ്യം ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ഇൻക്രീസിങ് ഫംഗ്ഷനും ഡിക്രീസിങ് ഫംഗ്ഷനും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഇൻക്രീസിങ് ഫംഗ്ഷൻ, മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ, മോണോട്ടോൺ ഡിക്രീസിങ് ഫംഗ്ഷനും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് വരുന്നത്. നമ്മൾ ഇൻട്രവൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എഫ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ആൻ ഇൻട്രവൽ. എഫ് ഈസ് സെഡ് ടു ബി ഇൻക്രീസിങ് ഇൻ ഐ if x1 less than x2 implies f of x1 less than or equal to f of x2. f of x1 less than or equal to f of x2. അതായത് x1 ആണ് ചെറുതെങ്കിൽ f of x1 ആണ് ചെറുത്, അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷന് നമുക്ക് ഇൻക്രീസിംഗ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ f is a function defined on an interval with x1 less than x2, then f of x1 less than or equal to f of x2 ആണെങ്കിൽ we say that the function f is increasing. If x1 less than x2 implies f of x1 greater than or equal to f of x2, then we say that the function f is decreasing. x1 less than x2 വരുമ്പം f of x1 ആണ് വലുതെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിംഗ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് മൈനസ് എഫ് ഈസ് ഇൻക്രീസിംഗ് എന്നും നമുക്ക് പറയാൻ പറ്റും. എഫ് ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മൈനസ് എഫ് ഇൻക്രീസിംഗ്. കാരണം x1 ലെസ് ദാൻ x2 വരുമ്പം f of x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f of x2. അപ്പോൾ അതിന് മൈനസ് എടുക്കുവാണെങ്കിൽ മൈനസ് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് x2. അതപ്പോൾ ഇൻക്രീസിംഗ് ആണല്ലോ. അപ്പോൾ ഇൻക്രീസിംഗ് ഫംഗ്ഷനും ഡിക്രീസിംഗ് ഫംഗ്ഷൻ നമ്മൾ മോണോട്ടോൺ ഫംഗ്ഷൻ പഠിച്ചതുപോലെ തന്നെയാണ്. എ ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി ഇൻക്രീസിംഗ് ഇഫ് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ഫോർ ഓൾ x1 ലെസ് ദാൻ x2. If f of x1 greater than or equal to f of x2 for x1 less than x2, then we say that the function is decreasing. അപ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിംഗ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് നമുക്ക് മൈനസ് എഫ് ഇൻക്രീസിംഗ് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. ഇനി തിയറം 11 ആണ്. തിയറം 11 പറയുന്നത് രണ്ട് ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ എ ഇന്റർവൽ ഡിഫറൻഷ്യബിൾ ഓൺ ഐ ആണെന്ന് വിചാരിക്കുക. എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഐ ആണ് എങ്കിൽ ഫസ്റ്റ് പാർട്ട് പറയുന്നത് f is increasing in the if and only if condition. f is increasing if and only if f dash of x is greater than or equal to 0 for all x element of I. And f is decreasing if and only if f dash of x is less than or equal to 0 for all x element of I. അപ്പോൾ എഫ് ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എല്ലാ പോയിന്റുകളുമെങ്കിലും എഫ് ഇൻക്രീസിംഗ് ആയിരിക്കും. അത് ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷനാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ടേ പ്രൂവ് ചെയ്യുന്നുള്ളൂ, സെക്കൻഡ് പാർട്ട് അതിൻ്റെ സിമിലർ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എഫ് ഡിക്രീസിംഗ് നമ്മൾ എടുക്കുവാണ്. എഫ് ഡിക്രീസിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഫ് ഡിക്രീസിംഗ് എന്നും കിട്ടും. അപ്പോൾ നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് ദാറ്റ് നമ്മൾ x1 ലെസ് ദാൻ x2 എന്ന് എടുക്കുവാണ്. നമുക്ക് ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഐ എന്ന് എടുക്കാം. ആദ്യം അതെടുക്കാം. ഈ പാർട്ട് എടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഐ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഐ എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ x1 ലെസ് ദാൻ x2 എടുക്കുക. ഇനി x1 ലെസ് ദാൻ x2 where x1 and x2 are elements of I. ഈ ഇന്റർവെല്ലിലെ രണ്ട് ആർബിട്രറി പോയിന്റുകളാണ് x1 ഉം x2. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇന്റർവെൽ, ഈ ഇന്റർവെല്ലിനകത്ത് ഏതെങ്കിലും രണ്ട് പോയിന്റുകളാണ് x1 ഉം x2. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ x1 x2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എല്ലാ പോയിന്റുകളും ഉള്ളത് കൊണ്ട് എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ x1 x2 എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവെൽ x1 x2 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. എഗെയിൻ എഫ് ഈസ് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവെൽ x1 x2 എന്ന് പറയാലോ. അപ്പോൾ നമ്മുടെ മീൻ വാല്യൂ തിയറത്തിന്റെ കണ്ടീഷനുകളായി കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ്ഡ് ഇന്റർവെൽ, ഡിഫറൻഷ്യബിൾ ഇൻ ദ ഓപ്പൺ. മൊത്തത്തിൽ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. ഞാൻ ഓപ്പൺ ഇന്റർവെലിന്റെ മാത്രം എടുത്തുന്നതേ ഉള്ളൂ. ഡിഫറൻഷ്യബിൾ ഇൻ ദ ഓപ്പൺ. Therefore there exists a point C in open interval x1 x2 such that
there exists a point C in open interval x1 x2 such that f of b minus f of a ഫോമിലാണ്. അപ്പോൾ അത് f of x2 minus f of x1 is equal to f dash of c into x2 minus x1 എന്ന് പറയാലോ. നമ്മൾ മീൻ വാല്യൂ തിയറം കോൺസ്റ്റന്റ് ലെവൽ x1 x2 അപ്ലൈ ചെയ്യുക. x1 ആണ് x2വിനേക്കാളും ചെറുത്. അപ്പോൾ നമുക്ക് ഈ x1 x2 ഈ ഇന്റർവെല്ലിലെ രണ്ട് ആർബിട്രറി പോയിന്റുകളാണ്. ഇന്റർവെല്ലിൽ എല്ലായിടത്തും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് എല്ലായിടത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പം കണ്ടിന്യൂസ് ഇൻ ദിസ് ഇന്റർവെൽ എന്ന് നമുക്ക് പറയാം. പിന്നെ ഡിഫറൻഷ്യബിൾ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആയത് ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പം മീൻ വാല്യൂ തിയറത്തിന്റെ കണ്ടീഷൻസ് എല്ലാമായി. അപ്പം x1 x2 ആണ് ഇവിടെ എയ്ക്കും ബിക്കും പകരം വരുന്നത്. അപ്പം മീൻ വാല്യൂ തിയറം അനുസരിച്ച് എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഈ ഇന്റർവെല്ലിൽ ഒരു പോയിന്റ് സി കാണും സച്ച് ദാറ്റ് f of b minus f of a is equal to f dash of c into x2 minus x1. ഇനി നമുക്ക് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യാണ്. പിന്നെ x1 ലെസ് ദാൻ x2 ആയതുകൊണ്ട് ഇതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? f of x2 minus f of x1 is greater than or equal to 0. അപ്പോൾ f of x2 is greater than or equal to f of x1 implies f of x1 is less than or equal to f of x2 when x1 less than x2 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ നമുക്ക് f of x1 less than or equal to f of x2 എന്ന് കിട്ടി. അപ്പോൾ x1 x2 രണ്ട് ആർബിട്രറി പോയിന്റുകൾ നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ നമ്മൾ ആ ഇന്റർവെല്ലിൽ രണ്ട് ആർബിട്രറി പോയിന്റുകൾ x1 x2 എടുത്തപ്പം x1 ലെസ് ദാൻ x2 വരുമ്പം f of x1 ലെസ് ദാൻ f of x2 എന്ന് കിട്ടി. അപ്പം നമ്മൾ f ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്തപ്പം നമുക്ക് ഈ കണ്ടീഷൻ കിട്ടി. രണ്ട് ആർബിട്രറി പോയിന്റ് x1 x2 നമ്മൾ എടുത്തു വിത്ത് x1 ലെസ് ദാൻ x2. അപ്പം നമുക്ക് f of x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x2 എന്ന് കിട്ടി. Therefore, we can say that f is increasing. ഇൻക്രീസിങ്ങിന്റെ കണ്ടീഷൻ അല്ലേ ഇത്? x1 ലെസ് ദാൻ x2 വരുമ്പം f of x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x2. അപ്പം f ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ f ഇൻക്രീസിങ്ങിന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കിട്ടി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്താ ചെയ്തത്? രണ്ട് ആർബിട്രറി പോയിന്റ്സ് x1 x2 എടുത്തു. അപ്പം x1 x2 ആർബിട്രറി രണ്ട് പോയിന്റ്സ് ആകുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ x1 x2 എന്നുള്ള ആ ഇന്റർവൽ എന്ന് പറയുന്നത് ഐയുടെ ഒരു സബ് ഇന്റർവൽ ആയിട്ടാണ് വരുന്നത്. ഐയിൽ മൊത്തം ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ x1 x2ലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. അപ്പം നമ്മുടെ മീൻ വാല്യൂ തിയറത്തിന്റെ കണ്ടീഷൻസ് ക്ലോസ്ഡ് ഇന്റർവൽ x1 x2ൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം മീൻ വാല്യൂ തിയറം അനുസരിച്ച് നമുക്ക് പറയാം there exists a point C in open interval AB, open interval x1 x2 such that f of b minus f of a ഫോമിലാണ്. അപ്പോൾ f of x2 minus f of x1 is equal to f dash of c into b minus aക്ക് വരെ x2 minus x1. ഇനി x1 ലെസ് ദാൻ x2 ആയതുകൊണ്ട് ഇത് പോസിറ്റീവാണ്. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇത് രണ്ട് പ്രൊഡക്റ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? f of x2 മൈനസ് f of x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ f of x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x2 when x1 ലെസ് ദാൻ x2. അപ്പോൾ x1 x2 ആർബിട്രറി പോയിന്റ്സ് എടുത്തപ്പം f ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ പോലെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് f ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ f ഇൻക്രീസിംഗ് ആണ് പറയാൻ പറ്റും. ഇനി നമുക്കുള്ളത് നമ്മൾ ആദ്യം എടുത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എടുത്തു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എഫ് ഇൻക്രീസിംഗ് എന്ന് കാണിച്ചു. ഇനി നമ്മൾ സപ്പോസ് ചെയ്യുവാണ് എഫ് ഈസ് സപ്പോസ് എഫ് ഡിഫറൻഷ്യബിളും ആണ് ഇൻക്രീസിംഗും ആണ്. സപ്പോസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് എഫ് ഈസ് ഇൻക്രീസിംഗ്. എഫ് ഡിഫറൻഷ്യബിളും ആണ് ഇൻക്രീസിംഗും ആണ് നമ്മൾ സപ്പോസ് ചെയ്യുവാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു സി, സിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഡിനോമിനേറ്റർ 0 ആയിപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി എടുക്കുവാണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുമല്ലേ? കാരണം എഫ് ഇൻക്രീസിംഗ് ആണ്. എഫ് ഇൻക്രീസിംഗ് ആണെങ്കിൽ എക്സ് ലെസ് ദാൻ സി വരുമ്പം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും എഫും ബിഹേവ് ചെയ്യുന്നത്. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സ് ലെസ് ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയിരിക്കും.
അപ്പോൾ ഇവിടെ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇത് രണ്ടും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റേഷ്യോ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും നമുക്ക് പറയാം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിന്റെ റീസൺ ഇതാണ്. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സ് ലെസ് ദാൻ സി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയിരിക്കും, ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. അപ്പം ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് പറയാം therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ്. ഈ ലിമിറ്റ് എന്തായാലും എക്സിസ്റ്റ് കഴിയും, കാരണം ഡെറിവേറ്റീവ് എല്ലാ പോയിന്റിലും ഉണ്ട്. അപ്പം നമുക്ക് എക്സും സിയും നമ്മുടെ ഇന്റർവെല്ലിലെ ആർബിട്രറി 2 പോയിന്റ്സ് ആണെങ്കിൽ ഈ ലിമിറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. എന്നിട്ട് അത് ഈ ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ലിമിറ്റും എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമ്മൾ എന്താ ചെയ്തത്? എഫ് ഡിഫറൻഷ്യബിൾ എന്ന് എടുത്തു, എഫ് ഇൻക്രീസിംഗ് എന്ന് എടുത്തു. എഫ് ഇൻക്രീസിംഗ് എന്ന് എടുത്തപ്പം നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സിയുടെ വാല്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് സി അല്ലാത്തപ്പോഴെല്ലാം നമുക്കറിയാം എക്സും സിയും തമ്മിലുള്ള അതേ റിലേഷൻ ആയിരിക്കും എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും തമ്മിൽ. കാരണം എഫ് ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സ് ലെസ് ദാൻ സി വരുമ്പം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ സി വരുമ്പം എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതും പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതും നെഗറ്റീവാണ്. അപ്പം നമുക്ക് ഈ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇതിന്റെ ലിമിറ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. therefore we get f dash of c ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമുക്ക് രണ്ടും കിട്ടി. ആദ്യം എഫ് ഡാഷ് പോസിറ്റീവ് എന്ന് എടുത്തപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്തപ്പോൾ എഫ് ഇൻക്രീസിംഗ് എന്ന് കിട്ടി. പിന്നെ എഫ് ഇൻക്രീസിംഗ് എന്ന് എടുത്തപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിന്റെ പ്രൂഫ് നമുക്ക് എ പാർട്ട് ചെയ്തതുപോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എഫ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുക്കണം. എന്നിട്ട് x1 x2 അത് ഞാൻ ജസ്റ്റ് പറയും എന്നുള്ളതേ ഉള്ളൂ. മുമ്പത്തെ പോലെ തന്നെ നമ്മൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുക്കാം. എന്നിട്ട് x1 x2 ഇതുപോലെ തന്നെ അങ്ങ് എടുക്കുക. അപ്പം നമുക്ക് മീൻ വാല്യൂ തിയറം അനുസരിച്ച് ഇങ്ങനെ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യും എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഇത് പോസിറ്റീവ്. അപ്പോൾ ഈ സാധനം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അതിന്റെ മീനിങ് എഫ് ഡിക്രീസിങ് ആണെന്നുള്ളതാണ്. അതേപോലെ ഇതെടുക്കുമ്പം എഫ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ്, അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈ ലിമിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്കതിൻ്റെ നോട്ടാണ് വരുന്നത്. അപ്പം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്താണ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ്. നമ്മൾ ഇൻക്രീസിങ് മോണോട്ടോൺ ഫംഗ്ഷൻ പഠിച്ചതുപോലെ തന്നെ അവിടെ നമ്മൾ പറഞ്ഞു x1 ലെസ് ദാൻ x2 എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മൾ മോണോട്ടോൺ ഇൻക്രീസിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ ഇൻക്രീസിംഗ് എന്ന് നമ്മൾ പറയും. ഇനി അത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്, എഫ് ഓഫ് x1 ലെസ് ദാൻ ഈക്വൽ ടു വരുന്നില്ലെങ്കിൽ നമ്മൾ പറയും അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. അതുപോലെ തന്നെ x1 ലെസ് ദാൻ x2 വരുമ്പം എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മൾ ഡിക്രീസിംഗ് എന്ന് പറയും. അതിന് പകരം എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല, എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മളത് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറയുന്നു. ഇതാണ് നമുക്ക് ഡെഫിനിഷനിൽ പറയുന്നത്. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം x1 ലെസ് ദാൻ x2 വരുമ്പം എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ആയിരിക്കും. ഇനി എഫ് ഓഫ് x1 ലെസ് ദാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മൾ പറയും ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. x1 ലെസ് ദാൻ x2 വരുമ്പം ഇത് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ ഡിക്രീസിംഗിനെ പറയത്തുള്ളൂ. പക്ഷേ എഫ് ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മൾ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ തിയറത്തിന്റെ സിമിലർ ആർഗ്യുമെന്റ് വെച്ചിട്ട് നമുക്ക് ഒരു പാർട്ട് പറയാൻ പറ്റും, പക്ഷെ അതവിടെ ഈഫ് ആൻഡ് ഒൺലി ഈഫ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ തിയറത്തിൽ പറഞ്ഞത് എന്താണ്? എഫ് ഈസ് ഇൻക്രീസിംഗ്, അവിടെ ഇൻക്രീസിംഗ് ഉള്ളൂ, സ്ട്രിക്ട്ലി എന്നുള്ളത് വാക്കില്ല. if and only if f dash of x greater than or equal to 0, f is decreasing if and only if f dash of x less than or equal to 0. ഈ രണ്ട് ആർഗ്യുമെന്റ് ആണ് നമ്മൾ തിയറം 11ൽ പറഞ്ഞത്. പക്ഷെ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെങ്കിൽ അതിൽ ഒരു സൈഡേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, രണ്ട് സൈഡും പറയാൻ പറ്റത്തില്ല. അതായത്
എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് എഫ് ഈസ് ഇൻക്രീസിങ്. ഇതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് നോട്ട് പറയുന്നത്. എഫ് ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഇൻക്രീസിങ് ആണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് പറയാം. എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസ്. ഇവിടെ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാം. എഫ് ഡാഷ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്നും പറയാൻ പറ്റും. സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്നും പറയാൻ പറ്റും. പക്ഷേ തിരിച്ച് എഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്നും കൊണ്ട് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എടുക്കുക. അതിന്റെ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് അത് കൂടിയേ പോവുള്ളൂ. അതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷനാണ്. പക്ഷേ അതിന്റെ എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്താൽ അത് 3x² ആണ്. എക്സ് ഈക്വൽ ടു 0യിൽ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 0 വരുന്നില്ലേ? അപ്പം ഇതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെങ്കിലും അതിന്റെ ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. കാരണം ഈക്വൽ ടു വരുന്ന പോയിന്റുകളിൽ മാത്രമേ ഈ എക്സ് ക്യൂബ് ഈക്വൽ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് വണ്ണും ഈക്വൽ ആവുന്നുള്ളൂ, അല്ലാതെ വേറൊരു പോയിന്റുമായിട്ട് എഫ് ഓഫ് 1 വാല്യൂ വരത്തില്ല. പക്ഷേ അതിപ്പോൾ അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. പക്ഷേ അതിന്റെ ഡെറിവേറ്റീവ് 0 വരുന്ന പോയിന്റുകളും ഉണ്ട്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്നും കൊണ്ട് ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ആ എക്സാമ്പിൾ ഓർത്തിരുന്നോണം. അതുപോലെ തന്നെ ഡിക്രീസിംഗ് ആയിട്ടുള്ളതിന് നമുക്ക് എക്സാമ്പിൾ ഇത് -x³ എടുത്താലും മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -x³ എടുക്കുമ്പോൾ അത് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. പക്ഷേ അതിൻ്റെയും ഡെറിവേറ്റീവ് 0 വരുന്ന പോയിന്റുകളുണ്ട്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണെങ്കിൽ അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി നെഗറ്റീവ് ആണ് എങ്കിൽ അത് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ തിരിച്ചുള്ള അസേർഷൻ ഇല്ല എന്നാണ് ഓർക്കേണ്ട കാര്യം. അപ്പം ഓർക്കേണ്ടത് നമ്മൾ തീരം അനുസരിച്ചായിരുന്നു. ഇപ്പം ചുമ്മാ ഇൻക്രീസിങ് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈഫ് ആൻഡ് ഉള്ളി ഈഫ് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരുന്നു. എഫ് ഡിക്രീസിങ് എന്ന് പറയുമ്പോഴത്തേക്കും എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പക്ഷേ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങിൻ്റെ കേസിൽ ഒരു സൈഡേ ഉള്ളൂ, ഇങ്ങോട്ടുള്ളത് ഇല്ല. അതായത് എഫ് ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാം. എഫ് ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രിക്ട്ലി നെഗറ്റീവ് ആണെങ്കിൽ അത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയാം. നേരെ തിരിച്ച് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്നുകൊണ്ട് ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. 0 വരുന്ന കേസുകളും ഉണ്ട്. അതപ്പം അത് കൃത്യമായിട്ട് ഓർത്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. എഫ് ഡാഷ് വേണമെങ്കിൽ 0 വരാം. എഫ് ഡാഷ് ഇൻക്രീസിങ് ഫണ്ട് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്നും കൊണ്ട് എഫ് ഡാഷ് പോസിറ്റീവ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ എഫ് ഡാഷ് 0 വരുന്ന കേസുകളുണ്ട് എന്നാണ് നമ്മൾ എക്സാമ്പിൾ കണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മൾ ഈ പറയുന്നത് ഇവിടെ ഒരു ഇന്റർവെല്ലിൽ മൊത്തം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്നുള്ളതാണ്. അവർ കൃത്യമായിട്ട് ഓർത്തോണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ദാറ്റ് ഇന്റർവൽ. ആ ഇന്റർവെല്ലിൽ മൊത്തം ആ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ദാറ്റ് ഇന്റർവൽ ആയിരിക്കും. ഇന്റർവെല്ലിൽ മൊത്തം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ എഫ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. ആ ഇന്റർവെല്ലിൽ മൊത്തമാണ് നമ്മൾ പറയുന്നത്, അതും കൂടി ഓർത്തോണം. അപ്പോൾ ഇന്റർവെല്ലിൽ മൊത്തം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയിരിക്കും. ഇന്റർവെല്ലിൽ മൊത്തം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അത് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഒരു റിമാർക്കാണ് വരുന്നത്. അപ്പോൾ ആ റിമാർക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പം ഈ മറ്റേതുമായിട്ട് എന്താ ഡിഫറൻസ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. നോട്ടിൽ നമ്മൾ പറയുന്നത് എഫ് ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ഇൻ ദാറ്റ് ഇന്റർവെലാണ്. റിമാർക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ കേസേ പറയുന്നുള്ളൂ. അപ്പം നമ്മൾ ഇതിന് തൊട്ട് മുന്നിലത്തെ നോട്ടിൽ നമ്മൾ പറഞ്ഞു, തിയറം 11 ശേഷമുള്ള നോട്ടിൽ നമ്മൾ പറഞ്ഞത് ഡെറിവേറ്റീവ് ആ ഇന്റർവെല്ലിൽ മൊത്തം പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഡെറിവേറ്റീവ് ആ ഇന്റർവെല്ലിൽ മൊത്തം നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെന്നും പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ റിമാർക്കിൽ പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഇൻക്രീസിംഗ് അറ്റ് എ പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ഒരു നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ നമ്മൾ ആ പോയിന്റിൽ ഫംഗ്ഷനെ ഇൻക്രീസിംഗ് അറ്റ് എ പോയിന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അവിടെ ഡെറിവേറ്റീവ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെന്നുകൊണ്ട് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഓൺ ദാറ്റ് ഇന്റർവൽ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഇൻ ദാറ്റ് നെയ്ബർഹുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡിഫറൻസ് മനസ്സിലായി. മറ്റേടത്ത് നമ്മൾ ആ ഇന്റർവെല്ലിൽ മൊത്തം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ദാറ്റ് ഇന്റർവൽ എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇനി നമ്മൾ ഇൻക്രീസിംഗ് അറ്റ് എ പോയിന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയാൽ മതി. പക്ഷെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെന്നും കൊണ്ട് ഫംഗ്ഷൻ ആ പർട്ടിക്കുലർ നെയ്ബർഹുഡിൽ ഇൻക്രീസിംഗ് ആണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിനൊരു എക്സാമ്പിൾ ആണ് അവിടെ തന്നേക്കുന്നത്. g of x is equal to x plus 2x square sin 1 by x when x not equal to 0, 0 when x equal to 0.
അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0-യിൽ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് 4x സൈൻ 1/x പ്ലസ് 2x സ്ക്വയർ ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് 1/x ഇൻറ്റു മൈനസ് 1/x സ്ക്വയർ പ്ലസ് കോസ് എക്സ് അല്ലേ. 4x സൈൻ 1/x പ്ലസ് 2x സ്ക്വയർ കോസ് 1/x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1/x മൈനസ് 1/x സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4x സൈൻ 1/x. ഈ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് 2 കോസ് 1/x എന്ന് വരും. ഇനി ജി ഡാഷ് ഓഫ് 0 കാണാൻ നമുക്ക് 0-യിലെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0. ജി ഓഫ് എക്സ് ചെയ്യുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 2x സ്ക്വയർ സൈൻ 1/x ജി ഓഫ് 0 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2x സൈൻ 1/x ഈക്വൽ ടു ഇത് 0 ആയി പോകും ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ജി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. അത് സ്ട്രിക്ട്ലി പോസിറ്റീവായിട്ടുള്ളൊരു നമ്പറാണ്. ജി ഡാഷ് ഇവിടെ ഗ്രേറ്റർ ദാൻ 1. ജി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പം ജി ഡാഷ് ഓഫ് 0 ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ അത് പോസിറ്റീവാണ്. പക്ഷേ ജി ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ല. 0യുടെ ആ നെയ്ബർഹുഡിൽ ജി ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഇൻക്രീസിങ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയാൽ മതി. ഇവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, പക്ഷേ അതിൻ്റെ പറയാൻ മാറിപ്പോയി. ജി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവാണ്. അപ്പം ജി ഡാഷ് പോസിറ്റീവ് ഡസ് നോട്ട് ഇംപ്ലൈ ജി ഈസ് ഇൻക്രീസിങ്. ജി ഇൻക്രീസിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ജി എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ല. നമ്മൾ ജസ്റ്റ് ഇൻക്രീസിങ് ആണ് പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ റിമാർക്കിൽ പറഞ്ഞു. അതിൻ്റെ നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ 0യുടെ നെയ്ബർഹുഡിലൊന്നും ഈ 0യുടെ നെയ്ബർഹുഡ് എടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ല. പക്ഷെ നമുക്ക് ഇവിടെ ജി ഡാഷ് പോസിറ്റീവായിട്ട് കിട്ടി. അപ്പം ജി ഡാഷ് പോസിറ്റീവ് ആണെന്നും കൊണ്ട് നമുക്ക് ജി ഇൻക്രീസിങ് ആണ് ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ കേസാണ് പറഞ്ഞത്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ജി ഡാഷ് പോസിറ്റീവ് ആണെന്നും കൊണ്ട് ആ പർട്ടിക്കുലർ പോയിന്റിൽ ജി ഇൻക്രീസിങ് ആണോ എന്ന് നിർബന്ധമില്ല. ആ ഒരു എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ കണ്ടേക്കുന്നത്. അപ്പം മാറിപ്പോകരുത്. നമ്മൾ നോട്ടിൽ പറഞ്ഞത് ഒരു ഇൻ്റർവെലി മൊത്തം ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഇൻ്റർവെലി മൊത്തം എഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഒരു ഇൻ്റർവെലി മൊത്തം ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ എഫ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്നാണ് നോട്ടിൽ പറഞ്ഞത്. റിമാർക്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നമ്മൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെന്നും കൊണ്ട് അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല.